ശാരീരിക ശക്തി കൊണ്ടും മാനസിക ദൃഢത കൊണ്ടും എന്നും ഒന്നാമനായി നിൽക്കുവാൻ കഴിവുണ്ടായിട്ടും എപ്പോഴും അർജുനന്റെ മുമ്പിൽ രണ്ടാമതായി മാത്രം നിൽക്കേണ്ടി വന്ന രണ്ടാം മൂഴക്കാരൻ ഭീമസേനനെ ആർക്കാണ് മറക്കുവാൻ സാധിക്കുക? നാം എല്ലാവരും എപ്പോഴും ആരെയൊക്കെയോ കാത്തിരിക്കുകയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ച വിമല ടീച്ചറെ ആർക്കാണ് മനസ്സിൽ നിന്ന് കളയുവാൻ സാധിക്കുക? ഇതെല്ലാം നമുക്ക് തന്ന മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MD വാസുദേവൻ നായർ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചതിൽ യാതൊരു തരത്തിലുള്ള അത്ഭുതവുമില്ല. എന്നാൽ ഇപ്പോൾ MD വാസുദേവൻ നായർ ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അദ്ദേഹത്തിന്റെ കാലിക പ്രസക്തമായ ഒരു പ്രസംഗം അദ്ദേഹം ഇന്നലെ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ സാക്ഷി നിർത്തി അദ്ദേഹം കൊടുത്ത ആ വാക്കുകൾ ഏതൊരു മലയാളിയും ഒരു പക്ഷേ പറയുവാൻ ആഗ്രഹിച്ച വാക്കുകളാണോ എന്നുവരെ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നിപ്പോയേക്കാം. സമകാലീന രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയും വ്യക്തിപൂജകളും അധികാരത്തിന്റെ പ്രഭയിൽ ജനങ്ങളെ മറക്കുന്ന പ്രവണതകളും ആൾക്കൂട്ടത്തിന്റെ ഉത്തരവാദിത്തരഹിത പ്രവർത്തനങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അക്കമിട്ട് നിരത്തിയത് യാദൃശ്ചികതയായി നമുക്കൊരിക്കലും കാണുവാൻ സാധിക്കുകയില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ സംഭവ വികാസങ്ങൾ അടുത്തുനിന്ന് നോക്കിക്കാണുന്ന ഏതൊരു വ്യക്തിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിലെ മൂല്യച്യുതിയെപ്പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്തുവാനുള്ള ഒരംഗീകൃത മാർഗമാണ്. എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ്. കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്ന് നമ്മൾ കുഴിവെട്ടി മൂടി. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിവെട്ടി മൂടി. അതിനുശേഷം റഷ്യയിലെ ശിഥിലീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു വാക്യം വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ശിഥിലീകരണത്തിൻ്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ് അതിനെ നിഷേധിച്ച് ഇല്ല എന്ന് സങ്കല്പിക്കുക എന്നതിന് പകരം ജാഗ്രതയോടെ ചെയ്യേണ്ടത്. ഇതാണ് അദ്ദേഹം പറയുന്ന കാര്യം. അതിനുശേഷം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തിൽ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ആ ആൾക്കൂട്ടത്തെ എളുപ്പം ശോഭിപ്പിക്കാം, ആരാധകരാക്കാം, പടയാളികളുമാക്കാം. ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തു നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുമ്പ് 2 പേർ റഷ്യയിൽ പ്രഖ്യാപിച്ചു: എഴുത്തുകാരായ ഗോർക്കിയും ചെക്കോവും. റഷ്യയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം ഈ വാചകങ്ങൾ പറഞ്ഞത് എങ്കിലും അദ്ദേഹം വളരെ ബോധപൂർവം നമ്മുടെ സമകാലിക രാഷ്ട്രീയത്തെ പരാമർശിച്ചുകൊണ്ട് തന്നെ നടത്തിയതാണ് ഈ പ്രസ്താവന എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമുണ്ടെന്ന് തോന്നുന്നില്ല. അധികാരത്തിൻ്റെ ഗർവിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് കണ്ണു തുറക്കുവാനുള്ള ഒരു അവസരം അദ്ദേഹം വരികളിലൂടെ നൽകുകയായിരുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നൽകുകയായിരുന്നു എന്നാണ് നാം ചിന്തിക്കേണ്ട ഒരു വിഷയം. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് തുടർന്ന് പറയുന്ന വാചകങ്ങളും വളരെയേറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്:
തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും സാറിസ്റ്റ് വാഴ്ചയുടെ മേൽ കെട്ടിവെച്ച് പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം ഉള്ളിലേന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത്. ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെന്ന് മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നും അവർ ഓർമ്മിപ്പിച്ചു. തുടർന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആചാര്യനും നമ്മുടെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്ന EMS പറ്റി പരാമർശിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 1957 ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതോടെ ലക്ഷ്യം നേടിയ നാലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം. അത് ഒരാരംഭമാണ് എന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ട് പെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമായി മാറ്റിയെടുക്കുവാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം മാത്രമാണ് അധികാരത്തിൻ്റെ അവസരം എന്നും വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധ്യനാവുന്നത്, മഹാനായ നേതാവാകുന്നത്. തുടർന്ന് തങ്ങളുടെ സാഹിത്യ സമീപനങ്ങളിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് EMS സമ്മതിച്ച കാര്യം പരാമർശിച്ചുകൊണ്ട് ശ്രീ MD പറയുന്ന വാചകം ഇങ്ങനെയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: അഹംബോധത്തെ കീഴടക്കി പരബോധത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനിവിടെ കാണുന്നത്. എതിരഭിപ്രായക്കാരെ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തിരയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം രൂപപ്പെടുത്തുന്നതിന് തുടക്കമിടാൻ കഴിഞ്ഞുവെന്ന് EMS പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. രൂപപ്പെടുത്തി എന്നല്ല പറയുന്നത്, രൂപപ്പെടുത്തുവാനുള്ള തുടക്കമിടുന്നു എന്നാണ്. EMSന് ഒരിക്കലും അന്വേഷണം അവസാനിക്കുന്നില്ല. തുടർന്ന് MD പറയുന്ന ചില വാചകങ്ങൾ വളരെയേറെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും വികാരത്തെയും എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറുകി പിടിക്കുന്നവരെ കാലം പിന്തള്ളുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിലും തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നു. എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കുവാനാണ് EMS എന്നും ശ്രമിച്ചത്. ആചാരങ്ങളിൽ അധിഷ്ഠിതമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച എല്ലാ വിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ പദങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു. അതായിരുന്നു EMS. ഇത് കാലത്തിൻ്റെ ആവശ്യമെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ ഭംഗിയായി ഈ പ്രസംഗത്തെ ഉപസംഹരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വക ഇതിനൊരു ഉപസംഹാരം ആവശ്യമില്ല. എല്ലാ മലയാളികൾക്കുമായി ഇത് സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.